അലർട്ടുകൾ ഒന്നുമില്ലെങ്കിലും ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴ ശക്തമായി തുടരുകയാണ്. തൊടുപുഴ, അടിമാലി, ചെറുതോണി, കട്ടപ്പന, കുമളി, നെടുങ്കണ്ടം തുടങ്ങി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് പുലർച്ചെയും പകലും ഇടവിട്ട് ശക്തമായ മഴ ലഭിച്ചു. പലയിടങ്ങളിലും മഴയ്ക്കൊപ്പം കാറ്റുമുണ്ടായി. വരും ദിവസങ്ങളിലും ഇടവിട്ട് മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മഴ വീണ്ടും എത്തിയത്. ഹൈറേഞ്ചിലും ലോ റേഞ്ചിലും വിവിധ മേഖലകളിൽ ഇടവിട്ട മഴ ലഭിച്ചു. ഇന്നലെ രാത്രിയിൽ ശക്തമായ മഴയാണ് വിവിധ മേഖലകളിൽ പെയ്തത്. അതിർത്തി മേഖലകളിൽ ശക്തമായ കാറ്റിനൊപ്പം കോടമഞ്ഞും ജനജീവിതം ദുസ്സഹമാക്കുന്നുണ്ട്. ഇതേസമയം തോട്ടം മേഖലകളിൽ പണികൾക്ക് നിയന്ത്രണമൊന്നും തന്നെ ഏർപ്പെടുത്തിയിട്ടില്ല. കാറ്റ് തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് റവന്യൂ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ദേവികുളം, പീരിമേട് താലൂക്കുകളിലാണ് ശക്തമായ മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചത്. മഴക്കെടുതികളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചിന്നക്കനാൽ, ശാന്തൻപാറ മേഖലകളിൽ വീശുന്ന ശക്തമായ കാറ്റിൽ ജനജീവിതവും ദുസ്സഹമാവുകയാണ്. നിരവധി മരങ്ങളാണ് മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒടിഞ്ഞു വീണത്. ഇതേസമയം അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചു നീക്കണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെട്ടു. ரோட் சைடில் வண்டி போகிற வழியில் 2 மரம் நிற்குது. அது வெட்டி மாற்றி கொடுத்தா பொதுஜனங்களுக்கு சௌகரியமாக இருக்கும், பாதுகாப்பாகவும் இருக்கும். அது வெட்டி சின்னக்கானல் ஏரியாவில் காற்று மழை ஜாஸ்தி. இந்த மரம் எந்த நேரமும் அபகடத்தில் இருக்குது. அதை பிரியப்பட்ட തലവന്മാർക്ക് അത് ഏർപ്പാട് പണി അത് മാറ്റി കൊടുത്താൽ നല്ലത്. അതേസമയം ഹൈറേഞ്ച് മേഖലകളിലടക്കം മഴ തുടരുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. ജില്ലയിൽ നിലവിൽ മഴ മുന്നറിയിപ്പുകളൊന്നുമില്ല. എങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരുവാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.